2001 മെയ് 4 സ്പെയിനിലെ ലൊഗ്രബാത്ത് എന്ന പട്ടണത്തിൽ ഒരു കുഞ്ഞ് പിറക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവന് ജോൺ ഗാർഷ്യ എന്ന പേര് വെച്ചു. ബാല്യകാലം മുതൽ തന്നെ കാൽപന്തിനെ കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞും ആ കൊച്ചുബാലൻ അതിൽ വൈദഗ്ധ്യം നേടിത്തുടങ്ങി. സി സെല്ലൻഡ് എന്ന പ്രാദേശിക ക്ലബിന് വേണ്ടി ആദ്യമായി അവൻ കളത്തിലിറങ്ങി. പിന്നീട് മൺട്രസ് എന്ന ക്ലബിലേക്കും ദെൻ അക്കാദമി ടീമിലേക്കും ഹ്രസ്വകാലയളവിൽ ഇടം നേടാൻ ആ കൊച്ചുബാലന് സാധിച്ചു. ജോൺ ഗാർഷ്യ പന്ത് തട്ടി തുടങ്ങിയെങ്കിലും ആ ബാലിനിൽ കൃത്യമായ പൊസിഷനുകൾ ഇല്ലായിരുന്നു. അതിന് വഴിത്തിരിവ് വരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. നീ ലോകം വയത്തുന്ന ഒരു ഗോൾ കീപ്പറാകണം. ഇന്നു മുതൽ ഗ്ലൗസുകൾ അണിഞ്ഞാണ് നീ കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടത്. ടീമിൻ്റെ കാവൽ ഭടനായി പോസ്റ്റിന് മുമ്പിൽ നീ നിലയുറപ്പിക്കണം. സഹോദരൻ്റെ വാക്കുകൾ അന്നും ഇന്നും എന്നും ഒരു ഇൻസ്പിറേഷനായിരുന്നു. ഗോൾ കീപ്പിങ്ങിൽ വൈദഗ്ധ്യം കണ്ടെത്തുകയും കുഞ്ഞിലെ എസ്പാനിയോൾ യൂത്ത് അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ കരിയറിന് തുടക്കം കുറിച്ചു. 2016 ഗാർഷ്യയുടെ താൽപ്പര്യപ്രകാരം എസ്പാനിയോൾ ജൂനിയർ ടീമിൽ ചേരുന്നുണ്ട്. പിന്നീട് 2019 എസ്പാനിയോളിൻ്റെ ബി ടീമിൽ തുടക്കം കുറിച്ചു. 2021 എസ്പാനിയോൾ പ്രഥമ ടീമിൽ താരം ഇടം നേടി. 2021 കോപ്പ ഡെൽട്ര മത്സരത്തിന് ഇറങ്ങിയെങ്കിലും 2022 ജനുവരി 10 ലീഗിൽ ഒഫീഷ്യൽ അരങ്ങേറ്റ മത്സരം കുറിക്കുന്നുണ്ട്. 2023-24 സീസൺ കാലഘട്ടത്തിൽ അവിശ്വസനീയമായ പ്രകടനം ജോൺ ഗാർഷ്യ കാഴ്ചവെച്ചു. നിർണായക മത്സരത്തിൽ മികച്ച സേവുകൾ നടത്തി. ഒടുക്കം ടീമിൻ്റെ സ്ഥിരമുള്ള മുഖമായി അയാൾ മാറി. ലാലിഗയിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയ ഗോൾ കീപ്പറായി അദ്ദേഹം മാറി. ലീഗിൽ എസ്പാനിയോളിനെ ടോപ്പ് 5 എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അയാളുടെ മേൽ പല കണ്ണുകളുടെയും നോട്ടം പതിഞ്ഞു. 2025 ജൂൺ 18 ബാർസലോണ എസ്പാനിയോളിൻ്റെ റിലീസ് ക്ലോസായ 25 മില്യൺ യൂറോയോടുകൂടി ഗാർഷ്യയെ സ്വന്തം ക്ലബിലേക്ക് സൈൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഇത്. സോൺ മോയ് സ്റ്റേഡിയത്തിൽ മല്ലോർക്കെതിരെയാണ് അദ്ദേഹം ബാർസലോണക്കായി ആദ്യ അരങ്ങേറ്റ മത്സരം കുറിക്കുന്നത്. ഈ മത്സരത്തിൽ തന്നെ 6 സേവുകളും ക്ലീൻ ഷീറ്റും പിടിച്ചെടുത്ത് വളരെ ഉയർന്ന മനോശക്തി അയാൾ കാണിച്ചു തന്നു. ബാർസയുടെ മെയിൻ ഗോൾ കീപ്പറായ ടെർ സ്റ്റെഗൻ പരിക്കിൻ്റെ പിടിയിലായതിനെ തുടർന്ന് ജോൺ ഗാർഷ്യ ടീമിലെ സ്ഥിരം സ്ഥാനക്കാരനാവുകയാണ്. 2025-26 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലും ഗാർഷ്യ പങ്കെടുക്കുകയും 3 മത്സരത്തിൽ 10 സേവുകളും നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി 80% മുകളിലാണ്. ഉയർന്ന ഡിസ്ട്രിബ്യൂഷൻ സ്കിൽ കാണിച്ചിട്ടുണ്ടെന്നതും താരത്തിൻ്റെ പ്രകടനത്തെ അളവാക്കുന്ന അളവുകോലാണ്. ഇത് ബാർസലോണയുടെ ബിൽഡപ്പ് പ്ലേയിൽ ഗോൾ കീപ്പറുടെ പങ്ക് മാത്രമല്ല, ബോൾ വിത്ത് ഫീറ്റ് കൺട്രോളിൽ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രകടമാകുന്നു. 2025-26 സീസണിൽ ഇതുവരെ ജോൺ ഗാർഷ്യ 13 മത്സരങ്ങളിലാണ് ബൂട്ടണിഞ്ഞത്. അതിൽ 7 ക്ലീൻ ഷീറ്റിൽ അവസാനിച്ചു. 33 സേവുകൾ നടത്തി. 9 ഗോളുകൾ മാത്രമാണ് ഗാർഷ്യയുടെ വലയിലേക്ക് എതിരാളികൾക്ക് തൊടുത്തുവിടാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ സേവിൻ ആക്യുറസി 78%. പടർന്നുയർന്നിരിക്കണം. ചാമ്പ്യൻസ് ലീഗിൽ 81% പാസിംഗ് ആക്യുറസി, ഡിഫൻസീവ് ഡുവൽ എഫിസിയൻസി എന്നിവ കാണിച്ച് ബിൽഡപ്പ് പ്ലേയിലും മോഡേൺ ഗോൾ കീപ്പർ ആകാനുള്ള കഴിവ് തെളിയിക്കുകയും അയാൾ ചെയ്തു. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ ബാർസലോണ മുത്തമിട്ടപ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ജോൺ ഗാർഷ്യയായിരുന്നു. 7 സേവുകളാണ് ആ മത്സരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മത്സരത്തിൻ്റെ അവസാന നിമിഷം ബാർസാരാധകരുടെ ഹൃദയങ്ങളിൽ കൊള്ളിയാൻ കണക്കെ ഭീതി പടർന്നുയർന്നിരിക്കണം. ആ നിമിഷങ്ങളിലെല്ലാം രക്ഷകന്റെ വേഷത്തിൽ ജോൺ ഗാർഷ്യ അവതരിച്ചു. മത്സരത്തിൽ 2 ഗോളുകൾ ഏത് വിധത്തിലായാലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ തകരാറിൽ നിന്നല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ഏതൊരു ബാർസലോണ ആരാധകരും സമ്മർദ്ദഘട്ടത്തിലും ആ മനുഷ്യനെ വിശ്വസിക്കുന്നുണ്ട്. അയാളുണ്ട് എന്ന ആത്മവിശ്വാസത്താൽ ഫ്ലിക്കിൻ്റെ പടയാളികൾ പടവെട്ടി പിടിക്കുകയാണ്. ഏതാംഗിളിൽ നിന്ന് വരുന്ന ഷോട്ടിനെയും അനായാസം അയാൾ കൈപ്പിടിയിലൊതുക്കുന്നു. ഇവിടെ നിന്നാണ് അയാളുടെ മേലുള്ള വിശ്വാസം രൂപപ്പെടുന്നത്. ഒരു 21-കാരൻ ബാർസലോണയെ ചുമലിലേറ്റുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാർഷ്യയുടെ നിരീക്ഷണങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഏത് സമയത്തും അയാൾ സജ്ജമാണ്. എതിരാളികളുടെ നീക്കങ്ങളിലേക്ക് കണ്ണും നട്ട് അത്രമേൽ കളിയെ നിരീക്ഷിക്കുന്നവനാണ് ജോൺ ഗാർഷ്യ. ആ നിരീക്ഷണങ്ങളാണ് ഒടുക്കം ഗോളെന്നുറപ്പിച്ച ഷോട്ടുകളെ നിസ്ഫലമാക്കുന്നത്. ഒരു ഗോൾ കീപ്പറുടെ വേഷത്തിൽ അയാൾ പൂർണ്ണനാണ്. ഫ്ലിക്കിൻ്റെ ബാർസയിൽ അയാൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. എങ്ങനെ ഇല്ലാതിരിക്കും? തൻ്റെ തന്ത്രങ്ങളെ കാത്തവനല്ലേ.
ഒന്ന് ചാടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടെ തീർന്നില്ലേ കഥ. അവിടെയാണ് എല്ലാത്തിൻ്റെയും ട്വിസ്റ്റ് വരുന്നത്. അയാൾക്ക് അസാധ്യമെന്ന പദവുമായി യാതൊരു ബന്ധമില്ല. തൻ്റെ വേഷത്തിൽ അത്രയും പെർഫെക്റ്റാണ് അയാൾ. ഇന്ന് ബാർസലോണ വളർത്തിയെടുക്കുന്നതും നേടിയെടുക്കുന്നതുമായ ഓരോ വജ്രായുധങ്ങളും അത്രമേൽ മൂർച്ചയുള്ളതല്ലേ. അതെല്ലാം നമ്മൾ കണ്ടനുഭവിച്ചതല്ലേ. തൻ്റെ തുടക്കം തന്നെ അയാൾ ഫുട്ബോൾ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് തിരിച്ചു വിടുകയാണ്. റിക്കാർഡോ സൊമാറോ, ആന്റോണി, വിക്ടർ വാൾഡസ്, മാർക്ക് ടെർ സ്റ്റെഗൻ, ഗ്രൗസിനാൽ കഥ പറഞ്ഞ ആ കാറ്റലോണിയൻ പടയിൽ ഇന്നയാൾ ബ്ലോഗ്രാന ജേഴ്സി അണിഞ്ഞ് ആടിത്തിമിർക്കുകയാണ്. എതിരാളികൾ പിരിമുറുക്കി വിടുന്ന ഷോട്ടുകൾ അനായാസം തടുത്തു വിടുന്നു. ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും അയാളാൽ ആ മുദ്ര പതിപ്പിക്കുന്നു. നിർണായക ഘട്ടങ്ങളിൽ ഒരു രക്ഷകന്റെ വേഷത്തിൽ അയാൾ അവതരിക്കുന്നു. അതാണ് ബാർസയുടെ കാവൽപ്പടൻ ജോൺ ഗാർഷ്യ.